സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേരുകയാണ്. ശാലിനി, കഴിഞ്ഞ കുറച്ച് കാലമായി ഉഷ്ണതരംഗ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. വേനലിൽ വലഞ്ഞ് ജനങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ശക്തമായ മഴയുണ്ടാകുന്നത്. ഉഷ്ണതരംഗത്തിനൊരു ആശ്വാസമായെങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം മുന്നിലുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായ മഴയും വെള്ളക്കെട്ടുകളും സംസ്ഥാനത്തുടനീളം ഉള്ള സാഹചര്യത്തിലാണ് ഇത്തരം മുന്നറിയിപ്പുകൾ വരുന്നത്. മുന്നറിയിപ്പിൽ ഇപ്പോൾ മാറ്റവും ഉണ്ടായിരിക്കുകയാണ്. ശാലിനിയുണ്ട് വിശദാംശങ്ങളുമായി. ശാലിനി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, സംസ്ഥാന വ്യാപകമായി മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇന്ന് 2 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മലപ്പുറം, വയനാട് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ 2 ജില്ലകൾക്ക് ഉള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഈ ജില്ലകൾക്കും നൽകുന്നുണ്ട്. വരുന്ന 21-ാം തീയതി വരെ സംസ്ഥാന വ്യാപകമായി ശക്തമായതോ അതിശക്തമായതോ ആയ മഴ പെയ്യുമെന്നുള്ളതാണ് ഇവരുടെ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 31-ാം തീയതിക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതുകൊണ്ട് തന്നെ തുടർച്ചയായ ഒരു മഴക്കാലം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പുകളൊക്കെ തന്നെ പിൻവലിച്ചൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പകൽ താപനിലയൊക്കെ തന്നെ ക്രമരഹിതമായി മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. പക്ഷേ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ട് മാറാനുള്ള സാധ്യത 4 മണിയുടെ അവരുടെ മുന്നറിയിപ്പ് വരുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശക്തമായ മഴ, കാറ്റ്, ഇടിമിന്നൽ ഇതിനുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കേരളത്തിന് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അതേപോലെ തന്നെ ഇടിമിന്നൽ സാധ്യതയുണ്ട്. ഉയർന്ന മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ, സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത തുടരണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. പ്രത്യേകിച്ച് ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ മരം കടപുഴകി വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകൾക്കൊപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവരെ മാത്രം താമസിക്കാൻ മണ്ണിടിച്ചിൽ, മലയിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകൾ ഈ മലയോര മേഖലകളിൽ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. എന്തായാലും 19, 20 തീയതിയോടുകൂടി തെക്കൻ ആൻഡമാൻ തീരത്തും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ കാലവർഷം എത്തുമെന്നുള്ളതാണ് അവരുടെ പ്രവചനം. തൊട്ടു പിന്നാലെ കേരളത്തിലും 31-ാം തീയതിയോടുകൂടിയും ഒക്കെ കാലവർഷം എത്തുമെന്നുള്ളതാണ് അവരുടെ പ്രവചനം. തൊട്ടു പിന്നാലെ കേരളത്തിലും 31-ാം തീയതിയോടുകൂടി എത്തുകയും ചെയ്യും. എന്നാലും അതിന് മുന്നോടിയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി നടക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. തലസ്ഥാന ജില്ലയിലടക്കം ഇന്ന് രാവിലെ പെയ്ത മഴയിലും ഇന്നലെ പെയ്ത മഴയിലുമൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ജനങ്ങളുടെ ജീവിതത്തെ അധികം ബാധിക്കുന്ന രീതിയിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ തലസ്ഥാന ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിൽ മുങ്ങുന്ന സാഹചര്യം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയെ തുടർന്ന് തലസ്ഥാന ജില്ലയിൽ പാളി എന്നുള്ളതാണ് പൊതുജനം വിലയിരുത്തുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങളും നഗരസഭയ്ക്കെതിരെ ഉയരുകയാണ്. അതേസമയം തന്നെ നഗരസഭ കൃത്യമായ നടപടി സ്വീകരിക്കാനോ ഒരു മൗനം വെടിയാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും തലസ്ഥാനം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വലിയ രീതിയിലുള്ള ശക്തമായ മഴയ്ക്കാണ് വരും മണിക്കൂറിൽ സാധ്യതയുള്ളത്. അതേസമയം തന്നെ സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകളിലും പരക്കെ മഴ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ദേവിക, ശാലിനി, ഉഷ്ണതരംഗത്തിന് ശേഷം കാലാവസ്ഥയിലുണ്ടായ മാറ്റം ചെറിയൊരു ആശ്വാസം ജനങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ശക്തമായ മഴയും വെള്ളക്കെട്ടും രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും മഴക്കാലത്തിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിന്റെ ഭാഗം തന്നെയാണ് ഇത്തരം വെള്ളക്കെട്ടുകൾ തലസ്ഥാനത്തുടനീളം രൂപപ്പെടുന്നത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഇടിമിന്നലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇടിമിന്നലേറ്റുള്ള പരിക്കുകളും മറ്റ് ദുരന്തങ്ങളും ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ പുറത്തേക്ക് വരാനുള്ള സാഹചര്യം കൂടുതലല്ലേ? ദേവിക, തീർച്ചയായും പ്രത്യേകിച്ച് ഇടിമിന്നൽ അതിരൂക്ഷമായി തന്നെയാണ് ഈ വേനൽ മഴയ്ക്കൊപ്പം ഉണ്ടാകുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമുള്ള ഇടിമിന്നലുകളെ കാര്യമായി തന്നെ ഭയപ്പെടേണ്ടതുണ്ട്, അത് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്
സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് ഉയർന്ന മേഖലകളിലൊക്കെ തന്നെ താമസിക്കുന്നവർ ഇടിമിന്നൽ ഏൽക്കാനും അത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ മഴ സമയത്തും ഇടിവെട്ടുമ്പോഴും മിന്നലടിക്കുമ്പോഴും പുറത്തേക്കൊന്നും ഇറങ്ങി നിൽക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുകയാണ്. അതേസമയം തന്നെയാണ് ഒരു മിന്നൽ പ്രളയത്തിനുള്ള സാധ്യത വരുന്ന മഴക്കാലത്ത് സംസ്ഥാനത്തുണ്ട് എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറിൽ പെയ്ത മഴയിലും അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഓട നവീകരണങ്ങൾ, ശുചീകരണങ്ങളും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കാത്തതാണ് എന്നുള്ളൊരു പരിഹാസം അല്ലെങ്കിൽ വിമർശനം നഗരസഭയ്ക്കും വിവിധ വകുപ്പുകൾക്കും നേരെ ഉയരുന്നുണ്ട്. അത് വിവിധ വകുപ്പുകൾ, പ്രത്യേകിച്ച് PWD, ധനകാര്യ വകുപ്പ്, അങ്ങനെ വിവിധ വകുപ്പുകളെ ഏകീകൃതമായി അല്ലെങ്കിൽ ഏകോപനത്തോടെ തന്നെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ. പക്ഷെ അതിലൊക്കെ തന്നെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതെ വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. എന്തായാലും ഒരു മിന്നൽ പ്രളയം 2018-ലെയും 2019-ലെയും ഒക്കെ തന്നെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചില്ലെങ്കിൽ തലസ്ഥാനം അടക്കമുള്ള എല്ലാ ജില്ലകളെയും കാത്തിരിക്കുന്നത് അത്തരത്തിൽ ആശങ്കാജനകമായ ദിനങ്ങളായിരിക്കും. എന്തായാലും ഉഷ്ണതരംഗത്തിനും കടുത്ത വേനലിലും ഒക്കെ ഒരു ആശ്വാസം നൽകിക്കൊണ്ടാണ് പകൽ സമയങ്ങളിലടക്കം സംസ്ഥാന വ്യാപകമായി ശക്തമായ മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ദേവിക, തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി എസ് ശാലിനി.